ഈ രണ്ട് നമസ്കാരം ഒരാൾ നിർവഹിച്ചാൽ അയാൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രധാനപ്പെട്ട രണ്ട് നിസ്കാരമാണ് സുബ്ഹിയും അസ്റും. അസ്റും സുബ്ഹിയും ഒരാൾ പതിവാക്കി അത് ജമാഅത്തോട് കൂടി നിസ്കരിച്ചാൽ അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, സ്വർഗമാണ് എന്ന് റസൂൽ പറഞ്ഞെങ്കിൽ അപ്പൊ അത്രയും ഗൗരവമുള്ള രണ്ട് നിസ്കാരമാണ് ഏത് സുബ്ഹിയും അസ്റും. അപ്പൊ ചോദിക്കും ബാക്കിയുള്ളതിന് പ്രാധാന്യമുണ്ട്, പക്ഷെ ഇത് നിങ്ങൾ അങ്ങനെ കൊണ്ടു നടന്നാലുണ്ടല്ലോ നിങ്ങൾക്ക് സ്വർഗം അത്ര. കാരണം സുബ്ഹി നിസ്കാരം ജമാഅത്ത് നിസ്കരിക്കാന്നല്ലെങ്കിൽ അതൊരു റിസ്ക് ആണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട് അല്ലെ. ബിസിനസ് തുടങ്ങാൻ ഭയങ്കര റിസ്ക് വേണമെന്ന് പറഞ്ഞിട്ട് റിസ്ക് എടുത്തിട്ട് ഒരാൾ ബിസിനസ്സിൽ അങ്ങനെ ചിലപ്പോൾ പൊട്ടുന്നുണ്ട്. പക്ഷെ ഒരുപാട് റിസ്ക് ജോലിന്റെ കാര്യം. പക്ഷെ നമ്മൾ പരലോകത്തിന് വേണ്ടി റിസ്ക് എടുക്കാൻ തയ്യാറാവാത്ത ആൾക്കാരാണ് കൂടുതൽ. ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞ സുബൈക്ക് എണീറ്റ് പള്ളിയിലേക്ക് പോകുക. അത് ഭയങ്കര ഒരു നമ്മളെന്താ അള്ളാഹ്ക്ക് വേണ്ടി വേറെ നിസ്കാരം നമുക്ക് സമയം കിട്ടുന്നുണ്ട്, നമ്മൾ പോയി നിസ്കരിക്കും. പക്ഷെ സുബൈ അങ്ങനെയല്ല. അവനെ അവിടെ എണീക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള ബന്ധം, കണക്ഷൻ, പരലോകത്തുള്ള കണക്ഷൻ ആരും കാണുന്നില്ല. അത് നീയത്തും സ്ട്രോങ് ആണ്. അപ്പൊ അവന് ആ എല്ലാം ഉറങ്ങുമ്പോൾ എണീച്ച് പള്ളിയിലേക്ക് പോകും. അതൊരു റിസ്ക് ആണ്. അത്ര റിസ്ക് എടുത്തിട്ട് കൊണ്ടുപോകും. പോകുമ്പോൾ അവന് കിട്ടുന്നുണ്ട്, അള്ള കൊടുക്കുന്നുണ്ട്. ബിസിനസ് സക്സസ് ആയതുപോലെ അല്ലെങ്കിൽ പൊട്ടുന്ന പോലെയല്ല, സ്വർഗമാണ് അള്ളാഹ് അവന് ആ റിസ്ക് കൊണ്ട് കൊടുക്കുന്നത്. ആ റിസ്ക് എടുത്തതുകൊണ്ട്. അത് മാത്രമല്ല അസറിന്റെ സമയവും ഒരാൾ സുബൈ ജമാഅത്തിന് നിർവഹിച്ചാൽ ഉറപ്പായി അവൻ അസർ എത്തിക്കില്ല. കാരണം ഏറ്റവും അടിയുള്ള സുബൈയാണ്, പിന്നെ അസറാണ് വരുന്നത്. കാരണം എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. ചോറും കഴിച്ച് ബിരിയാണിയൊക്കെ അടിച്ച് ഉച്ചക്ക് കിടന്ന് പിന്നെ എണിക്കുന്ന മഗ്‌രിബിനൊക്കെയാണ്. അസറിന്റെ ജമാഅത്ത് ബാങ്ക് കൊടുത്തൊന്നും അറിയാതെ അങ്ങനെ ആവാൻ പാടില്ല. നിങ്ങൾ ഉച്ചക്ക് കുറച്ച് ഉറങ്ങിയ ശേഷം അസറിന്റെ സമയം അൽറാം വെച്ച് പള്ളിക്ക് തന്നെ പോയി നിസ്കരിക്കുക, ജമാഅത്തായി നിസ്കരിക്കുക. അത് കുറച്ച് റിസ്ക് എടുക്ക്, കുറച്ച് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കിട്ടുന്നതാണ് സ്വർഗം. അല്ലാതെ നമ്മളെ സുഖം നമുക്ക് തോന്നിയ പോലെ അമ്മയുള്ളാകുമ്പോൾ നിസ്കരിച്ചിട്ട് ആർക്കും വേണ്ടാത്ത നിസ്കാരമല്ല. കുറച്ച് സ്ട്രഗിൾ ഇങ്ങനെ പള്ളിക്ക് നടന്നു പോകുന്നത് എടുത്തിട്ട് ഈ നിന്റെ ഉറക്കത്തിന് അൽറാം കൊണ്ട് ഓഫാക്കി വൈകുന്നേരം നല്ല ലേസിയുള്ള സമയം, മടിയുള്ള സമയം, ജോലിന്റെ സമയം, തിരക്ക്, എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് പോയി നിസ്കരിച്ചാൽ അത് അള്ള കണക്കാക്കുന്നുണ്ട്. ഇവൻ എനിക്ക് വേണ്ടി വരുന്നുണ്ട്, അത്രയും ബുദ്ധിമുട്ടുണ്ടാവും പോലും അവൻ ആ രണ്ട് സമയം എനിക്ക് വേണ്ടി നീക്കി വെച്ചെന്ന് പറഞ്ഞു. അള്ളാഹു സ്വർഗത്തിൽ വിരുന്ന് പോലും കൊടുക്കും. റസൂലുള്ളാഹിന്റെ അമ്പിയാക്കളുടെ കൂടെ നിങ്ങളെ മഹല്ലിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കും. അസറും സുബൈയും ജമാഅത്തായി അങ്ങനെ കൊണ്ടു നടക്കും. ഒരുപാട് വർഷമായിട്ട് അങ്ങനെ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. ഈ രണ്ട് ജമാഅത്ത് മുടക്കാതെ. അപ്പൊ ബാക്കിയുള്ളത് മുടക്കണമെന്നല്ല, ഇത് രണ്ട് നമ്മൾ മുടക്കാനേ പാടില്ല. വേറെ എന്ത് മുടങ്ങിയാലും എന്നാണ് ഈ ഹദീസിൽ നമുക്ക്. അത് മാത്രമല്ല തഹജ്ജുദ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് മാഷാ അല്ലാഹ് തഹജ്ജുദിന് ഒരാൾ എണീക്കാൻ ഭാഗ്യം കിട്ടുന്നവർ, അത് നിങ്ങൾ എന്നെ ദുആയിൽ നിങ്ങൾ ഉൾപ്പെടുത്താം. നിങ്ങളെ തീർച്ചയായിട്ടും എന്നെ കുടുംബത്തെ നിങ്ങൾ VIP അള്ളാഹിന്റെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. നിങ്ങൾ VIP-കളാണ്. ഇവിടുത്തെ ഷെയ്ഖ് അവരവരല്ല, അള്ളാഹുവിന്റെ ആകാശഭൂമികൾ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അള്ളാഹ് നേരിട്ട് വരുന്ന ഒരു സമയമാണ് തഹജ്ജുദിന്. അന്ന് നിങ്ങൾ എണീറ്റ് കൈ നീട്ടാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടി. നിങ്ങൾ അങ്ങോട്ട് വല്ല ഒരു തൗഫീഖ് കിട്ടിയവർ വേറെ ആരുണ്ട് വൈ. അതായത് തഹജ്ജുദിന്റെ സമയം എപ്പോൾ അറിയാലോ, സുബൈ ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പ് എണീക്കാം. 20 മിനിറ്റ് മുമ്പ് എണീച്ചിട്ട് എന്താ ചെയ്യുക, നിസ്കരിക്കുക 2 റക്അത്ത്, എന്നിട്ട് ദുആ ചെയ്യുക, അള്ളാഹുവിൽ കൈ നീട്ടുക. അങ്ങനെ നിസ്കരിച്ച് വരുന്ന ഇത്ര ആൾക്കാരുണ്ട്. അത് വലിയൊരു തൗഫീഖ്, അത് വലിയൊരു റിസ്ക് തന്നെയാണ് അയാൾ ചെയ്യുന്നത് സ്വർഗത്തിന് വേണ്ടി. അയാൾ ചെയ്യുന്ന സ്ട്രഗിൾ, എല്ലാവരും ഉറങ്ങുമ്പോൾ ക്രൂരമായ നല്ല ഉറക്കം വരുന്ന സമയത്ത് എണീക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടി. ഇതെല്ലാം അള്ളാഹ് കാണാതിരിക്കോ? ഒരു അണുമണി തൂക്കം നന്മ ചെയ്താലും നിങ്ങൾക്കത് അവിടെ കാണാൻ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതൊക്കെയാണ് നമ്മൾ എന്താക്കേണ്ടത്. നമ്മൾ റിസ്ക് എടുത്ത് സ്ട്രഗിൾ ചെയ്യുക. ബിസിനസ്സിനും അല്ലെങ്കിൽ ജോലിക്കും ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രം മോട്ടിവേറ്റും റിസ്ക് എടുക്കണം, അതും ഇത്. പക്ഷേ ഈ പരലോകത്തിന്റെ കാര്യത്തിൽ നമ്മൾ റിസ്ക് എടുക്കാൻ നമ്മൾ സ്വയം ശരീരത്തിന്റെ സുഖങ്ങളെല്ലാം വേണ്ടെന്ന്, വർക്കിനെ വേണ്ടെന്ന് വെച്ച് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകും. അതാണ് അള്ളാഹ് കാണാതെ പോകില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യണം, കുറച്ച് സ്ട്രഗിളും ടെൻഷനാക്കിയിട്ട് അങ്ങനെ മുറുകെ പിടിച്ചു പോയാൽ ദുനിയാവ് നിങ്ങൾക്ക് ലഭിക്കും, പരലോകം ലഭിക്കും. അല്ലെങ്കിൽ ദുനിയാവിന്റെ പിറകെ മാത്രം നിങ്ങൾ ഓടി നിസ്കാരം ജമാഅത്ത് നിസ്കരിക്കുന്നില്ല, പരലോകത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദുനിയാവും കിട്ടില്ല. ദുനിയാവ് കിട്ടും, പക്ഷേ അത് അള്ള കണക്കാക്കിയത് കിട്ടും. നിങ്ങൾ ഓടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് പോയി ഞാനുണ്ട് അങ്ങനെയൊന്നുമല്ല. അത് അള്ള കണക്കാക്കിയത്. നിങ്ങൾക്ക് എത്ര ഓടിയാലും നിന്നെ ദുനിയാവ് ഓടിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും ബിസിയാ. നിന്റെ മനസ്സിലൊരു സമാധാനം ഉള്ളത് തരില്ല. പക്ഷെ നിങ്ങൾ പരലോകം നിങ്ങളെ ലക്ഷ്യമാക്കി പരലോകത്തിന്റെ പിറകെ കൂടുതൽ ആദ്യത്തെ നിങ്ങൾ മുൻഗണന പരലോകത്ത് കൊടുത്താൽ ദുനിയാവ് നിന്റെ പിറകെ വരും. നീ ദുനിയാവിനെ തേടിപ്പോണ്ട. ദുനിയാവ് നിന്റെ പിറകെ വരും. നിന്റെ മനസ്സിൽ അള്ളാഹു ശാന്തത, സമാധാനം നൽകും. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്, മനസ്സമാധാനം. അത് അള്ളാഹ് തരും. ദുനിയാവ് നിനക്ക് വേണ്ടത് അള്ളാഹ്. പരലോകത്തും സുഖം കിട്ടും. അപ്പൊ നമ്മളെ പ്രയോറിറ്റി എന്താക്കുക, പരലോകത്ത് വെറും ദുനിയാവല്ല. 5 വക്ത് ജമാഅത്തിന് നമ്മൾ മുൻഗണന കൊടുക്കുക. ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ബാച്ചിലർ റൂമിൽ. ഇത് നിങ്ങൾ കൂടുതൽ ആൾക്ക് ഷെയർ ചെയ്യുക. കാരണം ബാച്ചിലർ റൂമിൽ പ്രവാസികളുടെ ബാച്ചിലർ റൂമിൽ ഒരുപാട് പേര് ഈ സുബൈ ജമാഅത്തിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അസർ ആകുമ്പോൾ അവൾ ഉറങ്ങി പോകുന്നുണ്ട്. അപ്പൊ സുബൈ നിസ്കരിച്ച ഒരാൾ അസർ ഉറങ്ങുന്നെങ്കിൽ അപ്പൊ എത്ര അല്ലെ, അവനെ ഗൗരവം അറിയാത്തുണ്ട് അസറിന്റെ. അവൻ ഉറങ്ങാൻ പാടില്ല. ബിരിയാണിയൊക്കെ ഉപയോഗിച്ച് എന്താക്കുക, അസറിന് ജമാഅത്തിന് തന്നെ പള്ളിക്ക് പോകും. അവിടെ കിടന്നിട്ട് എല്ലാം 5 മണിക്ക് നിനക്ക് തോന്നുമ്പോൾ നിസ്കരിക്കുക. നീ സുബൈ നിസ്കരിച്ച ആളല്ലേ പോയി, പിന്നെ എന്തിനാ അസർ ഒഴിവാക്കണം? അപ്പൊ എല്ലാവരും ബാച്ചിലർ ഗൾഫിലുള്ള എല്ലാവരും എന്റെ കടം തീരുന്നില്ല, എനിക്ക് ബർക്കത്തില്ല, അതില്ല പറഞ്ഞ ആൾക്കാർ ഈ 5 വക്ത് നിസ്കാരം ഫർളോടെ നിങ്ങൾ
മുറുകെ റമദാന വരുന്നത് 40 ദിവസം നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ജമാഅത്ത് ഫോളോ ചെയ്ത് പോയാൽ ഒരിക്കലും ജീവിതത്തിൽ നിങ്ങൾ ജമാഅത്ത് ഒഴിവാക്കില്ല. ജമാഅത്ത് ഒഴിവാക്കിയാൽ നിന്റെ മനസ്സമാധാനം നഷ്ടപ്പെടും, ശാന്തത നിനക്ക് കിട്ടും. അത് ഭയങ്കരമാണ്. അത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ജമാഅത്ത് 5 വക്ത് നിസ്കരിക്കാൻ ഭാഗ്യം കൊടുക്കില്ല, ഇതിന് എത്രയാണ് സമാധാനം. റമദാനൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പം അങ്ങനെ മുറുകെ പിടിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ